ശ്രീരാമായണ നവാഹ യജ്ഞത്തിന് വേണ്ടി തയ്യാറാക്കിയ കീർത്തനങ്ങൾ, അതിലെ ഓരോ ദിവസവും ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട കഥാസന്ദർഭത്തെ ആസ്പദമാക്കിയാണ് ഓരോ കീർത്തനവും രചിച്ചിട്ടുള്ളത്. ഒന്നാം ദിവസം ശ്രീരാമന്റെ അവതാരമാണ്. അപ്പൊ അന്ന് ആ അവതാരത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്രീരാമ അവതാര കീർത്തനം ആണ് അന്നത്തെ ദിവസം. രണ്ടാം ദിവസം വന്നിട്ട് സീതാ സ്വയംവരം നടക്കുന്നു. അപ്പോൾ സീതാ സ്വയംവര ഗീതം രണ്ടാം ദിവസം ഉണ്ടാകും. മൂന്നാം ദിവസം ഗംഗാദേവി ഗീതമാണ്. അപ്പൊ അവർ ഗംഗ തരണം ചെയ്ത് വനത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സീതാദേവി മറ്റും ചേർന്ന് ഗംഗാദേവിയെ പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിൽ ഗംഗാദേവി ഗീതം ആരംഭിക്കും. അത് കഴിഞ്ഞ് നാലാം ദിവസം നവാഹ യജ്ഞത്തിന്റെ നാലാം ദിവസമാണ് പാതുക പട്ടാഭിഷേക ഗീതം എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. അതായത്
ഭരതൻ വനത്തിലേക്ക് ചെന്നിട്ട് ശ്രീരാമചന്ദ്രനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് വസിഷ്ഠ മഹാമുനി ഭരതനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയക്കാൻ ശ്രമിക്കുന്നതുമായ സന്ദർഭത്തിൽ ഭരതൻ ശ്രീരാമചന്ദ്രനോട് അദ്ദേഹത്തിന്റെ പാദകങ്ങൾ തനിക്ക് നൽകണമെന്നും അത് പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ എന്നാണ് ഭരതൻ പറയുന്നത്. അങ്ങയുടെ പാദങ്ങളാണെന്ന സങ്കല്പത്തിൽ ആ പാദുകങ്ങളെ ഞാൻ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് രാജ്യഭരണം നിർവഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ആ പാദുകങ്ങൾ അയോധ്യയിലേക്ക് ഭരതൻ തന്റെ ശിരസിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നന്ദിഗ്രാമം എന്ന് പറയുന്ന ആശ്രമമുണ്ടാക്കി അവിടെ ശ്രീരാമന്റെ സിംഹാസനം സ്ഥാപിച്ച് ആ സിംഹാസനത്തിൽ ശ്രീരാമന്റെ പാദുകങ്ങളെ സ്ഥാപിച്ച് പൂജ ചെയ്ത് അഭിഷേകം ചെയ്ത് ഭഗവത് പാദങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ ഭരതൻ 14 വർഷം രാജ്യം ഭരിക്കുന്നതായിട്ട് ആണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്.